ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോണത് ബാക്കി വന്ന ചോറ് വെച്ചിട്ട് ഇഡ്ഡലിക്കും ദോശക്കും ഒക്കെ പറ്റിയൊരു ബാറ്ററിൻ്റെ റെസിപ്പിയാണ്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചരി, ഉഴുന്ന്, ഈസ്റ്റ്, ബേക്കിംഗ് സോഡ, ഈനോ ഇവയൊന്നും ആവശ്യമില്ല. ഇതൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ ഒരു ഇഡ്ഡലിയും അപ്പമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബാറ്റർ തയ്യാറാക്കാൻ നോക്കാം. ഇതൊരു ബാച്ചിലേഴ്സ് റെസിപ്പിയാണെന്ന് വേണമെങ്കിൽ പറയാം. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. നല്ല സൂപ്പർ സോഫ്റ്റ് ഇഡ്ഡലിയും അപ്പമൊക്കെയാണ്. അപ്പം നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. ആദ്യം ഒരു പാത്രത്തിൽ 2 ഗ്ലാസ് ചോറെടുക്കുക. പിന്നെ ഏത് ചോറായാലും കുഴപ്പമില്ല. വെള്ള ചോറാണെങ്കിൽ ഇഡ്ഡലി നല്ല വെള്ള കളറുണ്ടാവും. പിന്നെ അതേ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് തരിയില്ലാത്ത അരിപ്പൊടിയാണ് കേട്ടോ. നമ്മൾ പത്തിരി, ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ആദ്യം 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നല്ലോണം ലൂസാകരുത്. അപ്പം നമ്മളെ ഇഡ്ഡലി നല്ല ഫ്ലഫി ആയിട്ട് വരില്ല. പിന്നെ ഒരു കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസാവാത്ത രീതിയിൽ ഇങ്ങനെ കലക്കിയെടുക്കുക. അപ്പോൾ ഞാനൊരു 2.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചപ്പോൾ ഈ പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഞാനിവിടെ വലിയ ജാറാണ് എടുത്തത്. അപ്പോൾ ഒരു പ്രാവശ്യം അരച്ചെടുക്കാനുള്ളതന്നെ ഉള്ളൂ. കുറേ ഉണ്ടെങ്കിൽ 2 ബാച്ചായിട്ട് അരച്ചെടുക്കുക. ഈ അരച്ചെടുത്ത മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇത് കൈ വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഉഴുന്നൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ കൈ കൊണ്ട് എത്രത്തോളം മിക്സ് ചെയ്യുന്നോ അത്രത്തോളം ഇത് ഫ്ലഫി ആയിട്ട് വരും. അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ് നേരമെങ്കിലും ഇത് കൈ കൊണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് നമ്മൾ ഇഡ്ഡലി സോഫ്റ്റായി വരിക. അപ്പോൾ ഇതൊരു 8 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുക. ഞാനിതിവിടെ ഓവർനൈറ്റാണ് വെച്ചത്. മാവ് ഒരുപാട് പതഞ്ഞ് പൊങ്ങി വരുമൊന്നുമില്ല. എന്നാലും നമ്മൾ മാവിൽ നല്ല ബബിൾസൊക്കെ വന്നിട്ട് ചെറുതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കി തുടങ്ങാം. ഇഡ്ഡലി അപ്പമൊക്കെ ഈ മാവ് കൊണ്ട് ഉണ്ടാക്കുക. അപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് ഉണ്ടാക്കുക. മാവ് അരച്ചെടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോഴാണ് ഇഡ്ഡലി സോഫ്റ്റ് ആവുക. പിന്നെ കൂട്ടി വെക്കുമ്പോൾ കൈ കൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ സമയം അടിച്ചെടുക്കുക. പിന്നെ ചെറിയ ചൂട് തട്ടുന്ന സ്ഥലത്ത് വെക്കുക. ഒരു പാത്രത്തിൽ കുറേ ചെറുതായ രീതിയിൽ വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെക്കുക, അല്ലെങ്കിൽ കുക്കറിൽ ഇറക്കി വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതുപോലെ സോഫ്റ്റായ ഫ്ലഫിയായ ഇഡ്ഡലി തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ഇഡ്ഡലി തയ്യാറാക്കി നോക്കൂ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.